സജി ചെറിയാന് തിരിച്ചടി എന്നൊരു വാർത്ത വരുന്നു. ഭരണഘടനയെ അപമാനിച്ചു എന്ന കേസിലാണ് ഇപ്പോൾ സജി ചെറിയാന് തിരിച്ചടി. ബിഗ് ബ്രേക്കിംഗ്. സജി ചെറിയാന് തിരിച്ചടി. വിവാദ ഭരണഘടനാ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന് തിരിച്ചടി. പുനരന്വേഷണത്തിന് ഇപ്പോൾ തീരുമാനമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതിയുടെ തീരുമാനം. കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ശ്യാം ദേവരാജ് ചേരുന്നുണ്ട്. ശ്യാം, ഇപ്പോൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്, പക്ഷേ സജി ചെറിയാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നറിയില്ല. സജി ചെറിയാനെ തിരിച്ച് മന്ത്രിസഭയിലേക്ക് എടുത്തിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. സജി ചെറിയാനെതിരെ കേസെടുക്കാനാവില്ല എന്നതാണ് അന്ന് അന്വേഷണ റിപ്പോർട്ടിന് കിട്ടിയ നിയമോപദേശമെങ്കിൽ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിന്റെ പേരിൽ ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയാന്റെ പ്രസ്താവന, ഭരണഘടനയെ അപമാനിക്കാനുള്ള ഉദ്ദേശമില്ലെന്ന വാദം തള്ളിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട്. പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഹൈക്കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കുന്നതല്ല. മജിസ്ട്രേറ്റ് തീരുമാനമെടുത്തത് സാക്ഷിമൊഴികൾ പരിഗണിക്കാതെയോടെയാണ്. ദൃശ്യങ്ങളിലൂടെ സജി ചെറിയാന്റെ പ്രസ്താവന വ്യക്തം. അന്വേഷണത്തിന് DGPക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. തീർച്ചയായിട്ടും ശ്യാം, ഇതൊരു വലിയ തിരിച്ചടിയാണ്. ആ ഘട്ടത്തിൽ സജി ചെറിയാനിനെ മന്ത്രിസഭയിൽ തുടരാൻ പോലും കഴിയുമോ എന്നൊരു ചോദ്യം ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഡോക്ടർ അരുൺ, അങ്ങനെ തന്നെയാണ്. സജി ചെറിയാന് അങ്ങേയറ്റം കനത്ത തിരിച്ചടിയാകുന്ന നിലപാടാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസ്താവന അപക്വമായ ഒന്നാണ് എന്ന് ഹൈക്കോടതി വിലയിരുത്തുന്നു. അതുമാത്രമല്ല, അത് ഭരണഘടനയെ നമ്മൾ മാനിക്കുന്ന രീതിയിൽ, അതിനെ വ്യാഖ്യാനിക്കുന്ന രീതിക്ക് യോജിച്ചതല്ല ആ പ്രസ്താവന എന്നുകൂടി ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഈ കേസിൽ പോലീസ് നിലവിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. വീണ്ടും അന്വേഷണം നടത്തണമെന്നാണ് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. ആ നിർദ്ദേശം എന്നത് സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ ഒരു നടപടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അത് സജി ചെറിയാനെതിരെ പുനരന്വേഷണമാണ്. ഏത് ഘട്ടത്തിലാണോ ഒരു അന്വേഷണം വരുമ്പോൾ സജി ചെറിയാൻ രാജിവെച്ചത്, അതിന് സമാനമായ സാഹചര്യം വീണ്ടും ഒരുങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അത് ഹൈക്കോടതിയുടെ വിധിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ പുനരന്വേഷണത്തിലുള്ള ഉത്തരവിൽ നിന്നാണ് ആ സാഹചര്യവും ഒരുങ്ങുന്നത്. അതായത് സജി ചെറിയാൻ വീണ്ടും രാജിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് വീണ്ടും വരുന്നത്. ഭരണഘടനാ വിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് ഈ സാഹചര്യം ഒരുങ്ങാനുള്ള ഒന്നാമത്തെ കാരണവും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് 2022 ജൂലൈ മാസത്തിലാണ് സജി ചെറിയാൻ ഇത്തരമൊരു ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവന നടത്തുന്നത്. അത് CPMന്റെ ഒരു പൊതുയോഗത്തിലായിരുന്നു ആ പ്രസ്താവന പരിഗണിച്ചാണ് അത് അക്കാര്യത്തിൽ അന്വേഷണം തൃപ്തികരമായ രീതിയിലായിരുന്നില്ല. CBI അന്വേഷണം ആവശ്യമാണ് എന്നാണ് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നത്. ഈ ആവശ്യം പക്ഷേ CBI അന്വേഷണമില്ല, പക്ഷേ ഇക്കാര്യത്തിൽ പുനരന്വേഷണം നടത്തണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത്. CPMന്റെ മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലാണ് സജി ചെറിയാൻ പ്രസംഗിച്ചത്. ആ പ്രസംഗം ഇങ്ങനെയായിരുന്നു: മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വച്ചിരിക്കുന്നതെന്ന് നമ്മളെല്ലാവരും പറയും. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ പറയും, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നു. രാജ്യത്ത് ഏതൊരാൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഭരണഘടനയാണ് ഇത് എന്ന് ഞാൻ പറയും. ഇതിൻ്റെ മൂക്കിലും മൂലയിലും കുറച്ച് നല്ല കാര്യങ്ങളെന്ന പേരിൽ ജനാധിപത്യം, മതേതരത്വം, കുന്തം, കൊടച്ചക്രം എന്നെല്ലാം എഴുതി വച്ചിരിക്കുന്നതല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നാണ് സജി ചെറിയാൻ അന്ന് പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മല്ലപ്പള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയത്. പക്ഷേ ആ കേസിൽ കൃത്യമായ ശബ്ദ സാമ്പിളുകൾ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഹൈക്കോടതിയിൽ ഉയർന്നത്. മാത്രമല്ല, സാക്ഷിമൊഴികൾ ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ല എന്നൊരു വാദവും കൂടി മജിസ്ട്രേറ്റ് കോടതി പരിഗണിച്ചിട്ടില്ല എന്ന വാദവും കൂടി ഹൈക്കോടതിയിൽ ഉയർന്നിരുന്നു.